ലോകത്ത് മനുഷ്യരെ സൃഷ്ടിച്ച് അയക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ മുഖേന നിർമ്മാണം നടത്തിയിട്ടുള്ള കഅബ ശരീഫും ആ കഅബ ശരീഫിൻ്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിയും ആ പള്ളിയാണല്ലോ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളി. അത് എത്ര തന്നെ കൂടുതൽ വികസിപ്പിച്ചാലും ആ സ്ഥലത്തിന് മുഴുവനും വലിയ ബഹുമാനവും വലിയ സ്ഥാനവും ആണ് അല്ലാഹു കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ആ മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന കുറച്ച് ഇതിന് മുന്നോട്ട് വലിയ ബഹുമാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ നാടാണ് മക്കത്തുൽ മുക്കറമ. ആ സ്ഥലത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള നാടുകളിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത ഒരു വിഷയമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടു നിൽക്കുന്ന മണ്ണാണ് ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള മണ്ണ്. എന്നാൽ മദീനയാണോ മക്കയാണോ കൂടുതൽ ബഹുമാനം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ മദീന ഷരീഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷം പണ്ഡിതന്മാരും മക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാടാണ്, മറ്റൊന്ന് അവിടുന്ന് വഫാത്തായ നാടാണ്. ഇരിക്കട്ടെ, ആ മക്ക ഷരീഫിനോട് ചുറ്റുഭാഗത്തും നിൽക്കുന്ന വലിയ ഒരു പ്രദേശമാണ് ഹറം എന്ന് പറയുന്ന ബൗണ്ടറി. ആ ബൗണ്ടറിയിൽ പെട്ടതാണ് മിനയും മുസ്ദലിഫയും എല്ലാം. അവിടെ എല്ലാം ഏതൊരു സൽക്കർമ്മത്തിനും 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്നോടും നിങ്ങളോടും ആദ്യമായി പറയാനുള്ളത്, നമ്മുടെ സമയങ്ങൾ വളരെ വിലപിടിച്ചതാണ്. അതിൻ്റെ പുറമെ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സത്യം ചെയ്ത് പറഞ്ഞ 10 രാത്രികൾ 10 ദിനങ്ങൾ, ആ 10 ദിനങ്ങളാണ് ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ. അതോടുകൂടെ തന്നെ അയ്യാമും മഅദൂദാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദിവസങ്ങളാണ് നമുക്ക് അറഫയ്ക്ക് ശേഷം നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട മിനയിൽ നാം താമസിക്കുന്ന ദിവസങ്ങളും രാത്രികളും പെരുന്നാളിൻ്റെ ദിനവും. അല്ലാഹു ജല്ല ജലാലുഹു ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് അവൻ്റെ അടിമകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമുള്ള ദിവസമാണ് അറഫ ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അർഹമർ റഹീമിനായ റബ്ബേ, സാധുക്കളായ നിന്റെ അടിമകളായ ഞങ്ങൾ, നിന്റെ അടിമകളായ സാധുക്കളായ ഞങ്ങൾ നിന്റെ ഹറമിൽ വന്നതും നിന്റെ ബഹുമാനം കൽപ്പിച്ച സ്ഥലങ്ങളിലേക്ക് ഈ ബഹുമാനമുള്ള ദിവസങ്ങളിൽ വന്നതെല്ലാം നീ അടിയങ്ങളായ ഞങ്ങളിൽ നിന്നും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ എവിടെ നിന്നെല്ലാം ഏതെല്ലാം സ്ത്രീകളും പുരുഷന്മാരും എന്റെ ഹറമിലേക്ക് വന്നിട്ടുണ്ടോ എല്ലാവരെയും നീ കബൂൽ ചെയ്യണം മുഹമ്മദ്. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ, ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൊണ്ടുവന്ന അടിമകളാണ്. എത്രയോ സൽക്കർമ്മങ്ങളിൽ ന്യൂനതകൾ സംഭവിച്ചവരാണ്. ഒരുപാട് സമയങ്ങളിൽ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങൾ കടന്നുപോയവരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സർവ്വ കറകളും കഴുകി ഞങ്ങളെ വൃത്തിയാക്കി നീ ഞങ്ങളെ ഈ ഹറമിൽ നിന്ന് തിരിച്ചയക്കണം മുഹമ്മദ്. സുഹൃത്തുക്കളെ, ഹജ്ജിൻ്റെ കർമ്മം ഏറ്റവും പ്രധാനമായി ഹജ്ജ് എന്ന വാക്ക് തന്നെ കരുതുക എന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. അല്ലാഹുവിനെ കരുതിയുള്ള ഒരു യാത്രയാണ്. അല്ലാഹുവിനെ കാണാൻ നമുക്ക് ഇവിടെ വകുപ്പ് ഇല്ല. കാരണം അല്ലാഹുവിൻ്റെ സൃഷ്ടികളെ തന്നെ കാണാൻ നമുക്ക് ഇവിടെ സാധിക്കുന്നില്ല. നമ്മൾ അല്ലാഹു തആല നമുക്ക് തന്ന കാഴ്ച, നമ്മുടെ കണ്ണ് എല്ലാം ദുർബലമാണ്.
കുറച്ച് ആളുകൾ ഒന്നിങ്ങോട്ട് അടുത്തിരുന്നാൽ അവിടെ അവിടെ കൂടുതൽ തിങ്ങിപ്പോകുന്നു. കുറച്ചാൾ അവിടെ എഴുന്നേറ്റ് ഇങ്ങോട്ട് കയറിയിരുന്നാൽ പിന്നെ അതിന് പുറമെ നമ്മൾ സഹായിച്ച വകയിൽ വലിയ പ്രതിഫലം കിട്ടും മറ്റുള്ള ആളുകൾക്ക് കൂടി. ഇൽമിൻ്റെ മജിലിസാണല്ലോ. നമ്മളുടെ കണ്ണ് ദുർബലമാണ്. ഞാൻ ഇതുവരെ എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല. നിങ്ങളാർക്കും നിങ്ങളെ കണ്ണ് കണ്ടിട്ടുണ്ടോ? എൻ്റെ കണ്ണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ണാടിൻ്റെ മുമ്പ് പോയി എന്നാൽ കാണുന്നത് കണ്ണല്ല, ഉറപ്പന്നല്ലേ? കണ്ണല്ലാന്ന്. കണ്ണാടി കുത്തി പൊട്ടിച്ചാൽ കണ്ണ് പൊട്ടില്ലല്ലോ. നമ്മൾ കണ്ണല്ലാന്ന് ഉറപ്പന്നല്ലേ? അപ്പം എൻ്റെ സ്വന്തം കണ്ണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണിൻ്റെ നേരെ മുന്നിലുള്ള സ്ഥലങ്ങളും എൻ്റെ കണ്ണോട് ചേർന്നുള്ള സ്ഥലമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളെൻ്റെ കണ്ണും മുഖമൊക്കെ കാണുന്നുണ്ടാവും, ഞാൻ എൻ്റെത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കണ്ണിന് ദൗർബല്യമുണ്ടോ എന്നുള്ളതിന് ഇനി വേറെ എന്തെങ്കിലും തെളിവ് പറയണോ? ഇനി ഇവിടെ ഈ സ്ഥലത്തൊക്കെ ലൈറ്റുണ്ട്, ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ കറണ്ട് പ്രവഹിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ കറണ്ട് എന്നുള്ള സാധനം ഇന്നേ വരെ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു ചെറിയ സൃഷ്ടിയാണ് കറണ്ട്. ചെറുതാന്ന് വിചാരിച്ചിട്ട് ആരും പോയി കൈവെക്കുമൊന്നും വേണ്ട. അള്ളാഹിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ സൃഷ്ടിയാണ് കറണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ആ കറണ്ട് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രവർത്തനം ഇവിടെ പല നിലക്കും നടക്കുന്നത് നമുക്ക് ഉറപ്പുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്. കറണ്ട് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് വിശ്വാസം. ഇന്നേ വരെ കറണ്ട് കണ്ടിട്ടില്ല, ആരും കറണ്ട് കണ്ടിട്ടില്ല. കറണ്ടിൻ്റെ പ്രവർത്തനം കാണുന്നുണ്ട്. അത് കറണ്ട് ഉണ്ടോയെന്ന് ആരും ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കലില്ല. ടെസ്റ്ററോട് കുത്തി നോക്കുകയാണ്. അപ്പോൾ അത് കത്തുന്നത് കണ്ടാൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അല്ലാതെ എപ്പോഴും കറണ്ട് കാണുന്നില്ല, കറണ്ടിൻ്റെ പ്രവർത്തനമാണ് കാണുന്നത്. കറണ്ട് കാണാത്തത് കൊണ്ട് കറണ്ടില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളെ കണ്ണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ തന്നെ കാണാൻ പറ്റാത്ത കണ്ണാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ ഇവിടെ വകുപ്പ് ഇല്ല.